പിന്നോട്ടിറങ്ങാതെ സ്വർണ്ണവില കുതിക്കുന്നു. 2025-ൽ 1 ലക്ഷം കടന്ന സ്വർണം 2026-ൽ എവിടെ എത്തുമെന്നാണ് ആഭരണ പ്രേമികൾ നോക്കുന്നത്. 2025 ഡിസംബർ മാസത്തിലാണ് ചരിത്രത്തിലാദ്യമായി സ്വർണ്ണവില കുതിച്ചു കയറിയത്. 1 ലക്ഷം രൂപ കടന്നിട്ടും പിന്നോട്ടിറങ്ങാതെ സ്വർണ്ണവില കുതിക്കുകയാണ്. രാജ്യാന്തര വിപണിയിലും കേരളത്തിലും ഇന്നും വില വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ വൈകാതെ വില കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് ചില സാമ്പത്തിക വിദഗ്ധർ സൂചന നൽകുന്നു. എങ്കിലും ആശ്വസിക്കാൻ വരട്ടെ, വലിയ തോതിൽ വില ഇടിയുമെന്ന് കരുതാൻ വയ്യ. നേരത്തെയും ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു സ്വർണ്ണവില കുതിച്ചുപാഞ്ഞത്. ഈ മാസം 9-നാണ് ഡിസംബറിലെ ഏറ്റവും കുറഞ്ഞ പവൻ വില രേഖപ്പെടുത്തിയത്. അന്നത്തേക്കാൾ ഏകദേശം 7,000 രൂപയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് സ്വർണം വാങ്ങിയവർക്ക് ശരിക്കും പറഞ്ഞാൽ 7,000 രൂപ ലാഭകരമായിരുന്നു. അതായത് ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ 1,11,000 രൂപയെങ്കിലും കയ്യിൽ കരുതണം. ഈ വേളയിലും പണിക്കൂലി കുറയ്ക്കാൻ ജ്വല്ലറിക്കാർ തയ്യാറാകാത്തതും ആഭരണം വാങ്ങുന്നവർക്കും ആഭരണ പ്രേമികൾക്കും കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. കേരളത്തിൽ ഇന്ന് 1 ഗ്രാമിന് 12,735 രൂപയാണ് കൂടിയത്. 1,01,880 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 280 രൂപയാണ് ഇന്ന് പവന് കൂടിയത്. ഇന്ന് ഓരോ ദിവസവും ഓരോ നിരക്കുകൾ താണ്ടിയാണ് സ്വർണ്ണവില കുതിക്കുന്നത്. സ്വർണത്തിന് 2025-ൽ ഏകദേശം 65% വില വർധനവാണ് രേഖപ്പെടുത്തുന്നത്. 2026-ൽ എങ്ങോട്ടെത്തും എന്നതാണ് ഇപ്പോൾ എല്ലാവരിലും ഉദിച്ചുവരുന്ന ആശങ്ക, പ്രത്യേകിച്ച് ആഭരണ പ്രേമികൾക്കിടയിൽ. ഡിസംബർ മാസത്തിലാണ് ചരിത്രത്തിലാദ്യമായി സ്വർണം അന്താരാഷ്ട്ര വിപണിയിൽ $4,500 മുകളിലേക്ക് കുതിച്ചുപാഞ്ഞത്. ഇതോടെ കേരളത്തിൽ ഒരു പവന്റെ വില 1 ലക്ഷം കടക്കുന്നതും നാം കണ്ടു. 2025 അവസാനിക്കാറായി. സ്വർണത്തിന്റെ കാര്യത്തിൽ 2026-ൽ പ്രതീക്ഷകൾ കൂടുതലാണ്. വില വർധനവുണ്ടാകാനും താഴോട്ട് കുതിക്കാനും സാധ്യതകൾ ഏറെയാണ്. സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് വിപണിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ലക്ഷങ്ങളിൽ വില ഉറപ്പിച്ചതോടെ സാധാരണക്കാർക്ക് സ്വർണം മോഹിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയായെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ 2026-ൽ എന്തായിരിക്കും അവസ്ഥയെന്നും ചിന്തിക്കുന്നവരുണ്ട്. ആഗോളതലത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെയാണ് സ്വർണ്ണവില ഇങ്ങനെ വർദ്ധിക്കാൻ കാരണം. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള പോരുകടുത്തതും പ്രധാന കാരണമാണ്. ട്രംപിന്റെ കുസൃതികളെല്ലാം തന്നെ സാമ്പത്തിക രംഗത്തെ കീഴ്മേൽ മറിക്കുകയാണ്. അതിനാൽ ഭാവി സ്വർണത്തിന്റെ ഗതി എങ്ങനെ മാറുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പു നൽകാൻ പറ്റില്ല. ട്രംപിന്റെ നിർണായക തീരുമാനങ്ങളിൽ മറ്റൊന്നാണ് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ പ്രസിഡന്റിനെ മാറ്റണമെന്നത്. ട്രംപിന്റെ അനുയായി തന്നെ നേതൃനിരയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പലിശ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്വർണത്തെ പോലെ സുരക്ഷിതമായ നിക്ഷേപങ്ങളിലേക്ക് മറ്റൊരു മാർഗവും ഇതുവരെ വളർന്നിട്ടില്ല. അതിനാൽ മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നതോടെ ആളുകൾ കൂട്ടത്തോടെ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തിലേക്ക് തിരിയുകയാണ്. ഇതൊക്കെ സ്വർണ്ണവില കൂടാനുള്ള പ്രധാന കാരണമാണ്. ആയതിനാൽ തന്നെ നിലവിലെ സാഹചര്യങ്ങൾ 2026-ലും തുടരുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഔൺസിന് $5,000 എത്തും. ഇത് കേരളത്തിൽ ഒരു പവന്റെ വില 1.5 ലക്ഷം വരെ ഉയരാനും അതിനു മുകളിൽ പോകാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.